അല്ലാഹു പറയുന്നു, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. നബിയെ പറഞ്ഞു കൊടുക്കുക, നിശ്ചയം ഏതൊരു മരണത്തിൽ നിന്ന് കുതറി മാറാനാണോ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഏതൊരു മരണത്തെ കഴിയുന്ന അത്രയും നീട്ടിക്കൊണ്ടുപോകാനാണോ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഫഇന്നഹു മുലാഖീകും, എത്ര നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചാലും എത്ര കുതറി മാറാൻ ശ്രമിച്ചാലും ആ മരണം നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈർ വഇലൈനാ തുർജഊൻ. എല്ലാ ശരീരങ്ങളും മരണത്തിന്റെ രുചി ആസ്വദിക്കുന്നതാണ്. അവിടെ യാതൊരു തരത്തിലുള്ള വ്യത്യാസവുമില്ല. ഈ ദുനിയാവിൽ പടച്ച റബ്ബ് ആർക്കും തന്നെ ഖുൽദ് നൽകിയിട്ടില്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ലോകത്തെ വിറപ്പിച്ച, ലോകത്തിന്റെ എല്ലാ ബഹുമാനങ്ങളും ആദരവുകളും നേടിയ എത്രയെത്ര മനുഷ്യന്മാരാണ്. കം തറകൂ മിൻ ജന്നാതിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമതിൻ കാനൂ ഫീഹാ ഫാകിഹീൻ. ഇന്നലകളിൽ എത്രയെത്ര രാജാക്കന്മാരാണ്, എത്രയെത്ര കുബേരന്മാരാണ്, എത്രയെത്ര നേതാക്കന്മാരാണ്, എത്രയെത്ര പണക്കാരാണ്. ഒന്നുമില്ലാതെ വെറും കൈകളുമായി എല്ലാം സമ്പാദിച്ചത് മുഴുവൻ ഈ ലോകത്ത് വിട്ടെറിഞ്ഞു കൊണ്ടുപോയത് അള്ളാഹുവിന്റെ ചോദ്യമാണ്. യഥാർത്ഥത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഈ ചോദ്യം തന്നെ നമ്മുടെ കണ്ണ് തുറപ്പിക്കാൻ ധാരാളമാണ്. നമ്മൾ ആലോചിച്ച് നോക്ക്, ആ മരണത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമ്മളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നിങ്ങൾ ഖബറിടം സന്ദർശിക്കുക. പള്ളിക്കാട്ടിലേക്ക് ഇടക്കൊന്ന് പോകാൻ നിങ്ങൾക്ക് സാധിക്കണം. എന്തിനാണത്? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ താടിയെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം താഴെ പ്രവാചകന്റെ സദസ്സിൽ ഇരുന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ താടി നിലത്തു മുട്ടുമായിരുന്നു, തറയിൽ മുട്ടുമായിരുന്നു. അത്രത്തോളം വലിയ താടിയുള്ള സുന്ദരമായ താടിരോമങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ബഖീഇലൂടെ നടന്നാൽ, ഖബർസ്ഥാനിലൂടെ നടന്നാൽ, പള്ളിക്കാട്ടിലൂടെ നടന്നാൽ ഇത്രയും തിങ്ങി നിറഞ്ഞ നീണ്ട താടിരോമങ്ങൾ മുഴുവൻ നനഞ്ഞു കുതിരുമാറി കരയുമായിരുന്നു എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചിരുന്നു. അവിടെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഇതാണ് ആദ്യത്തെ വീട്, എല്ലാത്തിനും തുടക്കം കുറിക്കുന്ന, എന്നാൽ ദുനിയാവിലെ എല്ലാത്തിനും ഒടുക്കം കുറിക്കുന്ന ആദ്യത്തെ വീട് ഇതാണ് എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആ ഖബറിലേക്കുള്ള യാത്രയിൽ രണ്ട് രീതിയിലുള്ള യാത്രയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു.